ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ പോലീസിന് ഒരുപാട് ദിവസം കാത്തു നിൽക്കേണ്ടി വന്നു അല്ലേ? സംസ്ഥാന സർക്കാരിന് കുറേ ആലോചിക്കേണ്ടി വന്നു. ഒടുവിൽ പക്ഷേ ഈ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ഒരു മടിയുമില്ല കേട്ടോ. ഇപ്പോൾ AIYF നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DYFI നേതാക്കൾക്കെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞ, പിന്നീട് നിരവധി യൂട്യൂബ് ചാനലുകളിലൂടെ കയറി ഇറങ്ങി അത് കംപ്ലീറ്റ് ന്യായീകരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെതിരെ ഒരു കേസുമില്ല. പക്ഷേ പ്രതിഷേധം നടത്തിയവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ പോലീസ് എന്ന് പറയുന്നത്. നോക്കൂ എന്താണ് നാട്ടിൽ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാകുന്നത് എവിടെയാണ്? നാട് ഭരിക്കുന്നത് BJP അല്ലല്ലോ എന്ന ആ ചോദ്യം പ്രസക്തമാവുകയാണ്. തിയോഫിൻ എന്നോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, ടി.ജി. മോഹൻദാസിനെതിരെ ഇന്നലെ ഉച്ചയോടെ മറ്റോ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയാണ്, അത്ര വ്യക്തമല്ല. പക്ഷേ എങ്കിൽ പോലും പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കാൻ ഒരു മടിയുമില്ല. എത്ര വേഗമാണ്! എന്തേ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ ഈ വേഗവും ശുഷ്കാന്തിയും ഒന്നും ഇല്ലായിരുന്നല്ലോ? AIYF നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നു, DYFI നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നു, അതൊരു നല്ല വേഗമാണ്. മനു, തീർച്ചയായും അതായത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും മോശമായ പരാമർശം നടത്തി, അതായത് രണ്ട് തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത് ടി.ജി. മോഹൻദാസ്. അത് ഒന്ന്, ഈ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം, താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ താൻ അത് ചെയ്യുമായിരുന്നുവെന്നും, മറ്റൊന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ചെയ്തു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ളതാണ്. അയാൾ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖവും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹ മാധ്യമ പേജിലൂടെയുള്ള പ്രതികരണമൊക്കെ ഉണ്ട്. ഇതിനെതിരെ ഒന്നും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. സംഭവം വിവാദമായതോടുകൂടി വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം, കേസെടുക്കാത്തതിലായിരുന്നു പ്രധാന പ്രതിഷേധം. അങ്ങനെ ടി.ജി. മോഹൻദാസിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത പോലീസിനെതിരെ, ഒപ്പം ടി.ജി. മോഹൻദാസിന്റെ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധങ്ങളുണ്ടായത്. 2 ദിവസമായി ഇന്നലെ AIYF പ്രതിഷേധം നടത്തിയിരുന്നു. തൊട്ട് മുൻപത്തെ ദിവസം DYFI പ്രതിഷേധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ പ്രതിഷേധം നടത്തിയ AIYF നേതാക്കൾക്കെതിരെ, അത് ടി ജിസ്മോൻ ഉൾപ്പെടെ, സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ഇന്നലെ കേസെടുത്തിട്ടുള്ളത്. മട്ടാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധിച്ച് ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മോഹൻദാസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കടക്കാതിരിക്കാൻ ആ വഴിയുടെ തുടക്കത്തിൽ തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ്, എന്നാൽ സമാധാനപരമായാണ് DYFI പ്രവർത്തകരും AIYF പ്രവർത്തകരും ഒക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തിയത്. ടി.ജി. മോഹൻദാസിന്റെ കോലവുമായി, ചെരുപ്പുമാല അണിയിച്ച കോലവുമായി വീടിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തി. പക്ഷേ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ആ പ്രതിഷേധം നടത്തിയത്. DYFI പ്രവർത്തകർ പറയുകയും ചെയ്തു, ടി.ജി. മോഹൻദാസ് ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും ഇത്തരം മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളും തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങും. ഇതൊരു സൂചന നിലയിലുള്ള പ്രതിഷേധം മാത്രമാണെന്ന് പറയുകയും ചെയ്തു. ആ പ്രതിഷേധത്തിനെതിരെ 2 പ്രതിഷേധങ്ങൾ, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന പ്രതിഷേധത്തിന് DYFI പ്രവർത്തകർക്കും AIYF പ്രവർത്തകർക്കുമെതിരെ കേസെടുക്കാൻ പോലീസിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഈ 2 കേസുകളും എടുത്തിട്ടുള്ള മട്ടാഞ്ചേരി പോലീസാണ്. ഇതോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് മനു. വലിയ പ്രതിഷേധങ്ങൾ ദില്ലിയിൽ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിഷേധം നടത്താൻ അനുവാദം ചോദിച്ചവർക്ക് അനുവാദം നൽകിയില്ല പലയിടത്തും പോലീസ് എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. പനമ്പള്ളി നഗറിൽ സെൻട്രൽ പാർക്കിൽ പ്രതിഷേധം നടത്താനായി റാപ്പർ വേടനും വേടൻ്റെ സുഹൃത്തുക്കളുമായ ഗായകരൊക്കെ കൂടി ചേർന്ന് പാട്ടിലൂടെ ഒരു പ്രതിഷേധം നടത്താൻ അനുമതി തേടിയിരുന്നു. ആദ്യം അനുമതി നൽകിയില്ല. പിന്നീടാണ് ഈ സെൻട്രൽ പാർക്കിന് സമീപത്തുള്ള വഴിയിൽ, അത് വലിയ ഗതാഗത തിരക്കുള്ള വഴിയല്ല, അവിടെ ഒരു ചെറിയ പിക്കപ്പ് ലോറി കൊണ്ടിട്ട് അതിന് മുകളിൽ നിന്ന് ഒരു മിനി ലോറി ഇട്ട് അതിന് മുകളിലാണ് മുകളിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ മൈക്ക് സെറ്റും ഘടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ പാട്ട് പാടി പ്രതിഷേധിച്ചത്. അതിനെതിരെ തൊട്ടടുത്ത ദിവസം, അതായത് നമ്മൾ തൊട്ടടുത്ത ദിവസമാണ് അറിയുന്നത് കേസെടുത്തതായി. അന്ന് രാത്രി തന്നെ പോലീസ് അത് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് അറിയുന്നത്. വേടൻ, ഒപ്പം തന്നെ വേടനോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ ഗായകൻ അലൂഷി, ഒപ്പം മറ്റുള്ളവരൊക്കെ എത്തി. ഇവിടെ നമ്മൾ സമാനമായ രീതിയിൽ മറ്റൊന്നുകൂടി കാണേണ്ടതുണ്ട്. അന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയതിൽ കോൺഗ്രസ് നേതാക്കൾ ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പേര് കേസിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംഘപരിവാറിനെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്കൊക്കെ എതിരെ വളരെ വേഗമാണ് ഇപ്പോൾ കേരള പോലീസ് കേസെടുക്കുന്നത്. അതിനൊക്കെ വളരെ തിടുക്കത്തിൽ കഴിയുന്നുണ്ട്. എന്നാൽ ജനവിരുദ്ധ പരാമർശം നടത്തിയ, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ, വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ടി.ജി. മോഹൻദാസിനെതിരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. പിന്നീട് പരാതികൾ വന്നു. പ്രതിഷേധങ്ങൾ വ്യാപകമായതോടുകൂടിയാണ് ഇന്നലെ കേസെടുത്തത്. മനു, ശരി, അതാണ് ഇപ്പോൾ തിയോഫിൻ പറഞ്ഞാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സംഘപരിവാറിനെതിരെ
പ്രതിഷേധിക്കുന്നവർക്ക്, ആ പ്രതിഷേധങ്ങളോട് ഐക്യദാർഢ്യം പറയുന്നവർക്കെതിരെ വളരെ വേഗത്തിൽ കേസെടുക്കുകയാണ്. എന്നാൽ സംഘപരിവാറിന് അനുകൂലമായി ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾക്ക് എന്തൊരു സംരക്ഷണമാണ് കേരള പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, 5000-ഓളം പേർക്കെതിരെയാണ് കേരളത്തിൽ ഈ ജന്തർ മന്ദറിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനെതിരെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക്, സംസ്ഥാനങ്ങളിലെ പോലീസ് നടപടിയുടെ പേരിൽ. അതിൽ BJP ഇതര ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. വി.ഡി. സതീശൻ ഭരിക്കുന്ന കേരളമാണെന്നേ ആ രീതിയിൽ BJP സംസ്ഥാനങ്ങളുടെ ഇടയിൽ സുപ്രീം കോടതി നോട്ടീസിന് മറുപടി നൽകേണ്ടി വരും. നിങ്ങളത് ആലോചിച്ച് നോക്കൂ, ഏത് വഴിക്കാണ് ഈ സർക്കാരും സർക്കാരിന്റെ പോലീസും ഒക്കെ പോകുന്നതെന്ന്.